ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ചൈനയിൽ വന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നേ വിചാരിച്ചതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ശരിക്കും പേടിച്ച ഒരു ദിവസമാണ്. ഞങ്ങൾ ഗ്വാങ്ജോയിൽ ചൈനയിലാണ്. സോ നമ്മുടെ ട്രാവൽ തോച്ച് ഗ്രൂപ്പിൻ്റെ കൂടെ ഗ്രൂപ്പ് ടൂറിന് വേണ്ടി വന്നതാണ്. നമ്മുടെ ഗ്രൂപ്പ് ഈ വീഡിയോ എടുക്കുമ്പോൾ എത്തിയിട്ടില്ല. ഞങ്ങൾ അതിന് മുമ്പേ ഞങ്ങളുടെ പേഴ്സണൽ പർച്ചേസസിനും പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ടൂറിന് വേണ്ടി സെറ്റ് ചെയ്യാനും വേണ്ടി ഒരു 5 ദിവസം നേരത്തെ വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരു ദിവസം, ഇന്ന് പറയുമ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസം രാവിലെ ഷോപ്പിങ്ങിന് പോയായിരുന്നു. മൈ ഗോഡ്, ഇറ്റ് വാസ് വൺ ഓഫ് ദ സ്കേറിയസ്റ്റ് ഡേ. ജസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ പ്രളയം നമുക്ക് കണ്ട് ശീലം ഉണ്ടല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരും കൂടെയാണ്. ആ ഒരു ലെവലിലെ മഴ ഇവിടെ പെയ്തു. നമ്മൾ ചൈനയിൽ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ചൈന, ഫിലിപ്പൈൻസ്, ജപ്പാനിലൊക്കെ ഭയങ്കര ഫ്ലഡും ഭയങ്കര ടൈഫൂണിനൊക്കെ ഉള്ള ഫിനോമിനം കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ ഇന്നിവിടെ ലിറ്ററലി വിറ്റ്നസ് ചെയ്തു. അതിനെക്കുറിച്ച് പറയാനാണ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം സേഫായി എത്തി. വീഡിയോൻ്റെ തുടക്കം തന്നെ പറയാം, എല്ലാം സേഫായി ഞങ്ങൾ എത്തി. റൂമിലേക്ക് തിരിച്ചു വന്നു. വെളിയിൽ പോകുന്നൊന്നുമില്ല. ഞങ്ങൾ റൂമിൽ തന്നെ ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോവാണ്. കാരണം വെളിയിൽ പോകാനുള്ള മാനസിക സാഹചര്യമേ അല്ല. ആൻഡ് ഇറ്റ്സ് സ്റ്റിൽ റെയിനിങ് ലൈറ്റ്ലി. കാര്യം പറയുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടി ഒന്നും കൂടെ കാണിക്കാനുണ്ട്. അഗാരോൻ്റെ സ്റ്റീമറാണ്. ഇതും കൊണ്ടാണ് ഞങ്ങൾ സത്യം പറയാൻ ട്രാവൽ ചെയ്യുന്നത്, എസ്പെഷ്യലി ഈ ഏഷ്യൻ കൺട്രീസിലേക്ക്. നമുക്ക് ഇവിടുത്തെ മോമോസും ഇവരുടെ ദിംസംസും എല്ലാം സ്റ്റീം ചെയ്യാൻ പറ്റും. ഇതുപോലെ സ്റ്റീമർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ചില സ്ഥലത്തൊന്നും ചിലപ്പോൾ നമുക്ക് ഹോട്ടലിൽ കെറ്റിൽ കിട്ടാറില്ല. അതുകൊണ്ട് കെറ്റിലും ഉണ്ട്. പിന്നെ നമുക്ക് പുഴുങ്ങിയ മുട്ട ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം, എസ്പെഷ്യലി രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കും. അതിനുള്ള സൗകര്യമുണ്ട്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയട്ടെ, പ്രിയം കൂടെ വരട്ടെ. കഥാനായിക എത്തി. ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണ് പ്രിയ അനുഭവിച്ചു വന്നിരിക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ പറയട്ടെ. സോ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, നമ്മളിന്ന് ഷോപ്പിങ്ങിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ ചൈനയിൽ ഗങ്ജോയിൽ ഇതുവരെ കാണാത്തൊരു ഫിനോമിനാണ്. കാരണം നമ്മുടെ ഇത് ട്രിപ്പിന് സപ്പോർട്ട് ചെയ്യുന്നതും വിസ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പിംഗ് ചെയ്യുന്നതൊക്കെ ഷാജി ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ്. ഷാജി ചേട്ടന് ഗോങ്ജോയിൽ ഈവൂലും ഓഫീസ് ഉണ്ട്. ഗുഡ് വിൽ ഫ്രൈറ്റ്സ് എന്നാണ് അവരുടെ സ്ഥാപനത്തിൻ്റെ പേര്. 20 വർഷമായിട്ട് ഷാജി ചേട്ടൻ ഇവിടെ ഉണ്ടായിട്ട് 21 വർഷമായി തോന്നുന്നു. ഇതുപോലത്തെ ഒരു ഫിനോമിന ഇതുവരെ കണ്ടിട്ടില്ല എന്ന് നമുക്കത് അനുഭവിക്കാനുള്ള യോഗം കിട്ടി. അതെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു ഉച്ചയ്ക്ക് ആയപ്പോഴേക്കും ഒരു നല്ല മൂഡിലുണ്ടായിരുന്നു. പക്ഷെ അതിവിടെ കോമണാണ്. സാധാരണ ഇവിടെ ഒരു ഉച്ചയ്ക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മഴ പെയ്യും, തീരും. നമ്മുടെ മലേഷ്യയിൽ, സിംഗപ്പൂറൊക്കെ ഉള്ള പോലെ ഒരു നല്ല മഴ പെയ്യും, അതോടെ തീരും. പക്ഷെ ഞങ്ങളൊരു ഷോപ്പിംഗ് സെന്ററിൽ കയറി, ഷോപ്പിംഗ് മാളിൽ, മാർക്കറ്റിൽ കയറി ഇങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ആദ്യം നമ്മളൊരു ഷോപ്പിംഗ് സ്ഥലത്ത് കയറിയിട്ട് അവിടെ നമ്മള് ഡ്രസ്സസ് ഒക്കെ എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം അപ്പൊ തന്നെ നമുക്ക് ഡ്രസ്സ് കിട്ടില്ല. അപ്പൊ നമ്മൾ വേറെ ഷോപ്സിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ എല്ലാ ഷോപ്സിൽ നിന്നും അവിടെ ഇവിടെ ഒക്കെ നോക്കി വാങ്ങിച്ചില്ല. നമ്മൾ നോക്കി പൈസ കൊടുത്ത് വെച്ചിട്ട് അവർ സാധാരണ 1 മണിക്കൂറിൽ അവരുടെ ഗോഡൌൺ അടുത്ത് തന്നെയായിരിക്കും, അവിടെ നിന്ന് കൊണ്ടുവരും. മാക്സിമം 1-2 മണിക്കൂർ. അപ്പൊ ഞങ്ങൾ അവിടെ 1 മണിക്കൂർ ഇങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് സാധനങ്ങൾ എടുക്കാൻ പോയപ്പോൾ പറയാം, വെളിയിൽ മഴയാണ്, കൊണ്ടുവരാൻ പറ്റില്ല എന്ന്. ഇപ്പോൾ അങ്ങനെ മഴയാണെങ്കിൽ ചൈനക്കാർ പൊതുവെ അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയാത്ത ആൾക്കാരാണ്. എന്താ സംഭവം നോക്കിയിട്ട് എല്ലാ കടക്കാരും ഇത് തന്നെ പറയുന്നു. അപ്പൊ പ്രിയ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഇറങ്ങി ജസ്റ്റ് താഴെ പോയി, എന്താ ഈ മഴ എന്ന് നോക്കാനായിട്ട്. ഞാൻ താഴെ പോയപ്പോഴേക്കും എസ്കലേറ്റർ ഇറങ്ങിയാണ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നത്. നേരെ വെളിയിലേക്കാണ് പോകുന്നത്. എസ്കലേറ്ററിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും നിന്ന് വീഡിയോ എടുക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എസ്കലേറ്ററിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് വരെ വെള്ളം കയറിയിരിക്കുന്നു. പ്രിയ അറിഞ്ഞിട്ടില്ല. പ്രിയ അകത്ത് നല്ല ഷോപ്പിംഗ് ഒക്കെയാണ്. ഞാൻ അകത്ത് പോയിട്ട് പറഞ്ഞു, പ്രിയ വെട്ടുമെന്ന് തോന്നുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചപ്പോൾ വീഡിയോ കാണിച്ചപ്പോൾ പ്രിയയുടെ ഫസ്റ്റ് എക്സ്പ്രഷൻ അതായിരുന്നു. പ്രിയയുടെ എക്സ്പ്രഷൻ ഞാനിതില്ല, സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ. പിന്നെ നമുക്ക് കൊച്ചിയിൽ ഒരു തവണ ഫ്ലഡ് വന്നല്ലോ, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ആ സമയത്ത്. വെള്ളത്തിൽ മുങ്ങിയിട്ടൊന്നുമില്ല, നമ്മൾ കണ്ടും അങ്ങനത്തെ ഒക്കെ ഒരു ശീലം മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു, ഓക്കെ ഇത് ചിലപ്പോൾ കോമൺ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഒരു 1.5 മണിക്കൂർ അതിനകത്തും കണ്ട് നിന്നിട്ടുള്ളൂ ആ ഒരു മോളിൻ്റെ അകത്ത്. എന്റെ ടെൻഷൻ എന്താ അറിയോ, ദൈവമേ അത്ര വെള്ളമുണ്ട്, എങ്ങനെ തിരിച്ച് ഹോട്ടലിൽ പോകും, ഇന്ന് രാത്രി ഇവിടെ നിൽക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് എന്റെ ടെൻഷൻ. സ്റ്റക്കായി പോവോ അത് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നം കൂടെയാണ്. കാരണം നമ്മൾ കേരളത്തിൽ നമ്മളിത് കണ്ടതും കൂടെയല്ലേ. ഇപ്പൊ ഈ കാണുന്ന ചിരിയല്ലായിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴത്തേക്ക് ആ മോളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നമുക്ക് വേറെ മോളിലേക്ക് പോയേ പറ്റൂ. നമുക്ക് ലിമിറ്റഡ് ഡേയ്സും ഉള്ളൂ. പ്ലസ് അവിടെ നിന്നിട്ടും കാര്യമില്ല. കാരണം നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ഞാൻ കുറച്ച് ക്ലിപ്സ് ഇവിടെ സൈഡിൽ വെക്കാവേ, നിങ്ങളതൊന്ന് കണ്ടോ.
ചക്കയൊക്കെ പോകുന്നുണ്ട്. കാനവെള്ളം കേട്ടാ. ആൻഡ് നമുക്ക് അവിടെ നിന്ന് മെയിൻ റോഡിലേക്ക് പോവാതെ മെയിൻ റോഡിൽ പോയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാൽ നമ്മുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്ന മോളിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് അവിടെ സാധനം വെച്ചിട്ട് പോകാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, പ്രിയ ഒരു കാര്യം ചെയ്യ്, നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു. കാരണം ആൾക്കാർ കുറച്ച് പേരൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലിരിക്കുന്ന ചൈനീസുകാർ പ്ലാസ്റ്റിക് കവർ കാലിലിട്ട് സെല്ലോ ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. നമുക്കതൊന്നും എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇത്. അപ്പൊ നമ്മൾ ഇവരെന്തൊക്കെ കാണിച്ചു കൂട്ടണേ, വെറുതെ അങ്ങ് നടന്നാ പോരെ എന്നൊക്കെ. എന്നിട്ട് ഞാൻ ഭാഗ്യത്തിന് സ്ലിപ്പേഴ്സ് ആണ് ഇട്ടിരുന്നത്. ദില്ലു പിന്നെ എവിടെ പോയാലും ഷൂസ് അല്ലേ ഇടുള്ളൂ. ഞാൻ ഷൂസ് ഇടുള്ളൂ. ഞാൻ പറഞ്ഞതാ ചൂടാണ്, എന്തിനാണ് ഷൂസ് ഇടുന്നത്, സാധാരണ ചെരുപ്പിട്ടാ പോരെ എന്ന് പറഞ്ഞാലും ഷൂസേ ഇടുള്ളൂ. കാരണം നടക്കുമ്പോ കംഫർട്ട് ആയിരിക്കണല്ലോ. പിന്നെ അതിന് ഷൂസ് ഊരി അത് ഇട്ടു. അപ്പൊ ഞങ്ങളുടെ മോളിന്റെ എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരം നമ്മൾ വെള്ളം കണ്ടു. അവിടെ വരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, പ്രിയ ചിലപ്പോ ഇവിടുന്ന് മെയിൻ റോഡിൽ, പിന്നെ മെയിൻ റോഡിൽ വെള്ളം ഇല്ലായിരുന്നു. മെയിൻ റോഡ് വരെ കുറച്ച് നടന്നാൽ മതി. അപ്പൊ പിന്നെ മെയിൻ റോഡിൽ നിന്ന് വണ്ടി പിടിച്ച് പോണെങ്കിൽ പോകാലോ എന്ന് വെച്ചിട്ട് ഞങ്ങള് ഞാൻ പറഞ്ഞു എന്ത് കൽപ്പിച്ച് നമുക്ക് ഇറങ്ങാം. അത് പെട്ടിക്കകത്ത് സാധനങ്ങളുണ്ട്. അപ്പൊ പെട്ടിയും വെള്ളത്തിൽ വെക്കാൻ പറ്റില്ല. ഞാൻ 2 പെട്ടിയും പൊക്കിയെടുത്ത് അത് ഒടുക്കത്തെ വെയിറ്റ്. സ്കൂട്ടർ പെട്ടിയാണ്, അത് നല്ല വെയിറ്റ് ഉണ്ട്. അതിന് തന്നെ ഒരു 10 കിലോ ഉണ്ട്. മറ്റേ പെട്ടി ഒരു 10, 20, 22 കിലോ ഉണ്ട്. എനിക്കാണെങ്കിൽ പൊക്കാനോ പറ്റുന്നില്ല. ഞാൻ എന്തെങ്കിലും ഒരു കൊട ഉണ്ട് ഭാഗ്യത്തിന്. ഞാൻ ഒന്നുമില്ല, അത് 2ഉം പൊക്കി പാന്റും മടക്കി വെച്ച്. ഞാൻ പറഞ്ഞ ദില്ലുനോട് ഷൂസ് ഇട്ട് നടക്കുക, അതിപ്പോ അതൊന്നും നശിപ്പിക്കാൻ പറ്റില്ല. ഉടനെ ഷൂസ് എല്ലാം ഊരി പാക്കൊക്കെ ചെയ്ത് ചെരുപ്പിടാതെ നടന്നു. ഞങ്ങള് 2 പേര് ചെരുപ്പിട്ടാലും ഇല്ലെങ്കിൽ ഒന്നും കാര്യമില്ല. കാരണം മുട്ട് വരെ വെള്ളമാണ്. പിന്നെ നമുക്കിവിടെ കുപ്പിയും പാട്ടയും അങ്ങനത്തെ ഒന്നും ഇല്ലാന്നറിയാം. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയപ്പോ അതാണ് ഗൈസ് ഹൈലൈറ്റ്. നമ്മള് എന്താ പറയാ, മുങ്ങിയിട്ട് തുപ്പിട്ട് ഇറക്കാനും വയ്യ, അല്ല കഴിച്ചിട്ട് തുപ്പാനും വയ്യാന്ന്. അല്ല, അത് ഓപ്പോസിറ്റ് കേട്ടാ. എന്തായാലും വെള്ളത്തിലിറങ്ങിയിട്ട് നമുക്ക് ഒന്നും പിന്നെ പറയാൻ പറ്റുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ സ്മെല്ല് നല്ല ചൈന സ്മെല്ലായിരുന്നു. സെക്കൻഡ്ലി ഞാൻ വീഡിയോ എല്ലാരും കാണുന്നോണ്ട് എന്തൊക്കെയാണ് നമ്മുടെ കാലിൽ കൂടെ ഒഴുകിയെന്നും പോയെന്നും പറയാൻ പറ്റില്ല. കുറച്ച് ചക്കയും ഡ്യൂറിയനൊക്കെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നല്ല നല്ല കാര്യങ്ങളാ. അല്ലാത്ത കുറച്ച് കാര്യങ്ങള് ഇതിൽ കൂടെ ഒഴുകിപ്പോയി. ലിറ്ററലി ഞാൻ കണ്ടു. കൊറേയൊക്കെ കാലില് ഫീൽ ചെയ്തു. ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വച്ചടിക്കുന്നു, എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നായിരുന്നു. എന്തൊക്കെ കൂടെ അങ്ങോട്ട് പോകണോ എങ്ങനെ ഒന്നും ഞാൻ താഴെ നോക്കിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് മെയിൻ റോഡ് വരെ പോയി കാര്യം തീർന്നു വിചാരിച്ചു. പക്ഷെ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോഴാണ് നമ്മൾ കണ്ട വണ്ടിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് വണ്ടി വരെ അവിടെ നിർത്തിയിട്ടിരിക്കുക. നമുക്ക് അവിടെ ഒരു സ്കൂട്ടറിൽ, നമ്മുടെ നാട്ടിൽ സ്കൂട്ടറില്ലേ, അതിലിരുന്ന് പോയി കഴിഞ്ഞാൽ ഏകദേശം ആ സ്കൂട്ടറിന്റെ സീറ്റ് വരെ ഉള്ള വെള്ളം. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തിരിച്ചും മുകളിലേക്കും പോകാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് അവിടെയും നിൽക്കാൻ പറ്റില്ല. റോഡ് ക്രോസ് ചെയ്ത് ഉടനെ പോയേ പറ്റൂ. ഒന്നാമത് ഒരു കയ്യിൽ ഈ പെട്ടി, ഒരു കയ്യിൽ മറ്റേ പെട്ടി, അത് ഇങ്ങനെ പിടിക്കാൻ പറ്റൂല. വെള്ളം തന്നെയില്ലേ, നമുക്ക് ഇങ്ങനെ പിടിച്ചോണ്ട് പോകണ്ടേ ഈ വെള്ളത്തിൽ കൂടെ. ഇങ്ങനെ പിടിച്ചു വേണം നടക്കാൻ. ഞങ്ങള് പിന്നെ വിചാരിച്ച് ചിരിയും വരുന്നുണ്ട്, വിഷമവും വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയ പോലെ. അതെ, കാരണം നമുക്ക് അപ്പുറത്ത് പോയേ പറ്റൂ. നമ്മുടെ സാധനങ്ങൾ അത്ര അവിടെ ഇരിക്കും. അതെ, സാധനങ്ങൾ അവിടെ ഇരിക്കും. നമുക്ക് അതും കളയാൻ പറ്റില്ല. നമ്മുടെ ഇത്രയും പൈസയും ഇൻവെസ്റ്റ്മെന്റും ആണല്ലോ. നമുക്കത് മോളിന്റെ വെളിയിൽ അവർ വെച്ചിരിക്കുവാണ്. നമുക്ക് അതിന്റെ വീചാറ്റ് ഫോട്ടോ വന്നു നമ്മുടെ സാധനങ്ങളുടെ. അങ്ങനെ ഞങ്ങള് അവിടെ നിന്നും ഈ വെള്ളത്തിൽ കൂടെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത്ര വെള്ളമല്ലേ ഉള്ളൂ, ആ റോഡ് വരെയെങ്കിലും കേറാന്നിട്ട് റോട്ടിൽ കേറി കഴിഞ്ഞപ്പോ അതിന്റെ അപ്പുറത്ത് നദിയാ. സത്യം, അത് ഈ വെള്ളം ഒഴുകുന്ന ഫോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പേടിച്ചു പോകും കേട്ടോ. ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ് ഫോഴ്സിൽ. അങ്ങനെ ഞങ്ങൾ അവിടെയും കൂടെ നടന്നു. അവിടെ കൂടെ നടന്നപ്പോ അത് ഹോട്ടലിന്റെ അകത്തൊക്കെ വെള്ളം കയറി. കുറച്ച് ദൂരമുണ്ട്. ഹോട്ടലിന്റെ അകത്തും സ്ട്രീറ്റ് സൈഡിലുള്ള ഹോട്ടൽസിന്റെ അകത്തൊക്കെ വെള്ളം കയറി.
അവിടെ നിന്നൊക്കെ ആൾക്കാരെ അടിച്ചിടുന്നുണ്ട്. അതേ പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന സാധനങ്ങളൊക്കെ വേറെ ലെവൽ സാധനങ്ങൾ. ആൻഡ് ഇറ്റ് വാസ് സ്റ്റിങ്കിങ് സോ ബാഡ്. എങ്ങനെയാണ് ചെയ്തേന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ടി വന്നു. അതെ, പിന്നെ വണ്ടിയും ടാക്സി ഒന്നും അവിടെ കിട്ടില്ല ആ ടൈമില്. പിന്നെ മെയിൻ ആയിട്ട് എന്റെ ടെൻഷൻ നമ്മുടെ സാധനങ്ങൾ പോകുന്നുള്ളതാണ്. വണ്ടി ഓടുന്നില്ല, ബിക്കോസ് വെള്ളം കിടക്കുമ്പോ എല്ലാ വണ്ടി ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. മെട്രോ ക്ലോസ്ഡ് എല്ലാം. കുറച്ചും കൂടെ മഴ പെയ്താൽ വണ്ടി ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. അത്രയും എന്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നത് ഓക്കെ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആ വെള്ളത്തിൽ കൂടെ നടന്ന് അപ്പുറത്തെ മോളിലെത്തി. ചിരിയായിരുന്നു. പക്ഷെ ഈ ചൈനീസ് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ പെട്ടി ഇങ്ങനെ വെയിറ്റാന്ന് കാണുമ്പോൾ അവരവരുടെ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചെയറൊക്കെ ഒന്ന് മാറ്റി തരും. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിലാണെങ്കിൽ പോലും സൈഡിൽ കുറച്ച് ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളിൽ അറ്റ്ലീസ്റ്റ് പെട്ടി വെക്കാൻ പറ്റും. അങ്ങനെ അവർ ഭയങ്കര ഹെൽപ്ഫുള്ളും ഭയങ്കര കൺസിഡറേറ്റ് ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്ത് അപ്പുറം എത്തി ആദ്യമേ ഞാൻ ചെയ്തത് വെറ്റ് വൈപ്സ് എടുത്ത് കാല് തുടച്ചപ്പോ 2 ദിവസം മുന്നേ ഞാൻ പറയാം വെറ്റ് വൈപ്സ് വാങ്ങണം വാങ്ങാന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് വെറ്റ് വൈപ്സ് എന്റെ ബാഗിന്റെ അകത്താണേ. വെറ്റ് വൈപ്സ് എടുക്കും വേഗം. ഞാൻ ഒരെണ്ണം ബാലൻസ് അത് ആരെടുക്കും? എനിക്കിതാ വെറ്റ് വൈപ്സ് ഇതാ, ഞാൻ പറഞ്ഞിട്ട് വാങ്ങാത്ത ആളാ. എന്നിട്ട് ആ ഒരു വെറ്റ് വൈപ്സ് കൊണ്ട് കാല് ഫുൾ തുടച്ച് ഒരു ഫുൾ ബോട്ടിൽ സാനിറ്റൈസർ ഞാൻ ഇട്ടു. ആ വെറ്റ് വൈപ്സ് തുടച്ചപ്പോ കാലിന്റെ അടിയിൽ നിന്ന് വേറെ സാധനങ്ങളൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ടായിരുന്നു. ചൂയിങ് ഗം അതൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് പക്ഷെ അതൊന്നുമല്ല. അങ്ങനെ അതെ, എന്താ പറയാ, കാനേന്ന് എന്തൊക്കെയായിരിക്കും വരിക, അത് ഗസ് ചെയ്യാന്നല്ലേ ഉള്ളൂ. അതെല്ലാം കഴിഞ്ഞിട്ട് ദില്ലു ഒരു സ്ഥലം വരെ എത്തി കേട്ടോ. ഒരു മോളിന്റെ മേലെ സ്റ്റെപ്പ് എത്തി, വെള്ളം ഇല്ലാത്ത സ്ഥലത്ത്. ദില്ലു തിരിഞ്ഞു നോക്കിയപ്പോ എന്റെ ഒരു കയ്യിൽ കൊട, ബാക്കി തുണിയെല്ലാം കൂടെ ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടുണ്ട് നനയാതിരിക്കാൻ. നമ്മളൊക്കെ പിന്നെ ലോക്കൽ ഇതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷെ എല്ലാം വൃത്തി നോക്കി നടക്കുന്നതാണ്. ഇന്ന് സ്യൂവർ വാട്ടറിൽ കൂടെയാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് ആ വെള്ളത്തിൽ കൂടെ നടക്കാൻ എന്തൊരു പാടാ. നമുക്ക് സാധാരണ നടക്കണ മാതിരി നമ്മള് കടലിൽ നടക്കണ പോലെയാണ്. ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും വെള്ളം. എന്നിട്ട് എങ്ങനെയോ ആ മോള് വരെ എത്തിയിട്ട് ദില്ലു ടിഷ്യൂ ഒക്കെ കൊണ്ട് നേരെ ബാത്റൂമിൽ പോയി. ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ ബോട്ടിൽ വെള്ളമുണ്ട്. ഞാൻ ഈ മോളുടെ ഒക്കെ ഫസ്റ്റ് ഫ്ലോറിന്റെ അടിഭാഗം ഫ്ലഡഡ് അല്ല, പക്ഷെ അടിയിൽ ഫുൾ വെള്ളം കയറിയിരിക്കുക. എസ്കലേറ്റേഴ്സ് കംപ്ലൈന്റ് എല്ലാം ജസ്റ്റ് ഈ 1.5 മണിക്കൂറാണ്. പക്ഷെ എന്നിട്ട് ഞാൻ ബാത്റൂമിൽ പോയി ആ ബോട്ടിൽ കൊണ്ട് 2 കാലും കഴുകി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ മോളില് ഞങ്ങൾ ഇനിയിപ്പോ എന്തായാലും ഒരു 2 മണിക്കൂർ എടുക്കും. മഴ നിക്കട്ടെ എന്ന് നിൽക്കുമ്പോ നമുക്ക് എന്താന്ന് വെച്ചാൽ പിന്നെ ഞാൻ വെച്ചാൽ എന്തിനേയും കഴുകണം, ഇനി വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കാനുള്ളതല്ലേ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു. ഒരു 2 മണിക്കൂറില്ല, 1 മണിക്കൂർ. പക്ഷെ അതാണ് കേട്ടോ, അവിടെയാണ് ഞങ്ങൾക്ക് ചൈന എന്താന്ന് മനസ്സിലായി. 2 മണിക്കൂർ ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വെളി വന്നിട്ട് അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ ആയി. മഴ പെയ്തതും ആ റോട്ടിൽ നനവ് പോലും ഇല്ല. എല്ലാത്തിനെയും കാട്ടി അത്ഭുതം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഭയങ്കര വെയിൽ. നമുക്ക് കൂളിംഗ് ഗ്ലാസ് ഇല്ലാതെ കണ്ണു തുറക്കാൻ പറ്റില്ല. വെള്ളം മൊത്തം ഡ്രെയിനായി. അതാണ് ചൈന. അങ്ങനെ റോഡ് കിടക്കുന്നു. ഒബ്വിയസ്ലി വേസ്റ്റും അതൊക്കെ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട്. നല്ല കാനയുടെ സ്മെല്ലും ഉണ്ട്. പക്ഷെ വെള്ളം എന്ന് പറയുന്ന സാധനം റോട്ടിലില്ല. ആ നനവ് പോലും റോട്ടിലില്ല. അപ്പോൾ പിന്നെ പയ്യെ വണ്ടിയൊക്കെ പോകാൻ തുടങ്ങി. നമുക്ക് ഇത്രയും ഹെവി റെയിൻ ഉണ്ടായിട്ടും മോളിൻ്റെ അകത്തൊക്കെ വെള്ളം കയറിയിട്ടും ഒരു 2 മണിക്കൂറിൽ തിരിച്ചെല്ലാം പെട്ടെന്ന് നോർമലായി. അവിടെ ആൾക്കാർക്ക് ഒന്നും സംഭവിക്കാത്ത പോലെ. അതെ, പക്ഷെ ഇതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ ഈ ഷാജി ചേട്ടന്റെ കാറിലൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതൊക്കെ വെള്ളം കയറി ടോ ചെയ്ത് കൊണ്ടുപോയെന്ന് പറഞ്ഞു. സോ അത്രയും ബാഡ് ആയിരുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ പ്രോപ്പർ ഫ്ലഡ് സിറ്റുവേഷൻ. പക്ഷെ താങ്ക്ഫുള്ളി എവറിത്തിങ് എൻഡഡ് വെൽ. സോ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിരുന്നു ഞങ്ങൾ വീഡിയോ എടുത്തത്. എന്തായിരുന്നു പറഞ്ഞത്? അതെന്താ നല്ല ഡ്രെയിനേജ് ആയിരിക്കും. ഓക്കെ, സോ ഇനി അടുത്ത വീഡിയോ നമ്മുടെ ഗ്രൂപ്പിലൂടെ ആയിരിക്കും. അവർ വരുമ്പോൾ ഹോപ്പ്ഫുള്ളി ഇതൊന്നും കാണില്ല. എന്തായാലും ഇത് വൺസ് ഇൻ എ ലൈഫ് ടൈം ഫിനോമിന ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും വെരി എക്സൈറ്റഡ് ടു ഷോ ഗ്രൂപ്പ് ടു യു. അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.